ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോവാണ് കേട്ടോ. കുറേ കാലമായി ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയോ, നാട്ടിൽ പോകണ വ്ളോഗാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാട്ടിൽ പോകണൊരു വ്ളോഗായിട്ട് കാണാം. എൻ്റെ കൂടെ നമ്മുടെ ചെങ്ങായി ഉണ്ട്. എന്താളീ കിട്ടിയില്ലേ? അപ്പോൾ ശരി, എന്നാ കപ്പടിച്ചിട്ട് വരാം. സ്മരിക്ക എന്നാ ശരി, ഇങ്ങോട്ട് വിട്ടോളൂ. പിന്നെ സ്ഥലത്തെല്ലാം വിട്ടു കൊടുക്ക്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. എമിഗ്രേഷൻ കഴിഞ്ഞു, ചെക്കിങ് കഴിഞ്ഞു. ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, ഒന്നും എടുക്കാൻ പാടില്ല. ഇനി ഒരു 2 മണിക്കൂറിനടുത്ത് വെയിറ്റിംഗ്. ആഫ്റ്റർ 2 years, 2 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ. ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആയി വിചാരിക്കുന്നു. മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പിന്നെ നോക്കാം. ഡ്യൂട്ടി ഫ്രീക്ക് പോകാം കേട്ടോ. ഡ്യൂട്ടി ഫ്രീന്ന് സാധനം മേടിക്കണം പറഞ്ഞിട്ട് ആളുകൾ ഫുള്ള് ബിസിയാണ്. ഏതേനാ? ആ ഇറങ്ങന്നെയാണ്. നമ്മൾ നേരെ ഗേറ്റിനോടെ പോയിരിക്കണേ. വീഡിയോ എടുക്കണു ഇവിടെ ഗൈസ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് എയർപോർട്ടിൽ വരുന്നത്. എടുക്കാൻ അറിയാം, മെട്രോയിലാണ്. ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ഇവിടെ, അത് പോയി കാണാം. നാട്ടുകാർ പറഞ്ഞാൽ കുറേ കഥകളുണ്ട്. 6 മാസം മുമ്പേ കുവൈത്ത് എയർവേസിന് ടിക്കറ്റ് എടുത്ത്. ആ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ വാറ് തുടങ്ങിയതിന് ശേഷം 2 വട്ടം ടിക്കറ്റ് ക്യാൻസലായി. 2 വട്ടം ക്യാൻസലായി എന്നല്ല, അതിൻ്റെ പുറമെ വരുന്നതിൻ്റെ ഒരു 15 ദിവസം മുമ്പേ അത് വീണ്ടും ക്യാൻസലായി. അങ്ങനെ 2ാം വട്ടമാണ് ഈ ടിക്കറ്റ് എടുത്തത്. ആ ടിക്കറ്റ് ഏകദേശം ഈ ടിക്കറ്റ് പിന്നെ അടുത്ത് 1 way 79,000 രൂപക്കാണ്. ഏകദേശം വരുന്നതിൻ്റെ 10 ദിവസം മുമ്പാണ് ഈ ടിക്കറ്റ് എടുത്തത്. പിന്നെ നാട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ആഫ്റ്റർ 2 years, 2 വർഷങ്ങൾക്കാണ് ഈ നാട്ടിൽ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. നാട്ടിൽ 2 സർപ്രൈസ് ഉണ്ട്. ഞാൻ ഇതുവരെ കാണാത്ത 2 സർപ്രൈസ്. എന്താ കളിയാ? ഇറങ്ങാ? എന്താ പറ്റി? നമ്മുടെ ഗേറ്റ് ഇവിടെ. ആ ഇതാ സീ കണ്ടില്ലേ? താഴത്തേക്ക് പോകണം. ആളിയം ഫുള്ള് തള്ള. ആളിയം പണ്ട് ഇതിൽ വന്നിട്ടുണ്ട്. അത്രേ ജമ്മത്തിൽ വഴിക്ക് വന്നിട്ടുണ്ടാവില്ല. ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ വഴിക്ക് വന്നത്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, ഒറിജിനലാണ്. ഇതൊക്കെ ഒറിജിനൽ കളിയാ. ഫോണടിക്കുന്നു. ഇത് കണ്ടില്ലേ? ഇതൊക്കെ ഒറിജിനലാട്ടോ ഫുള്ള്. കളിയെ പറിച്ചു വെക്കണോ? വാ നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ഇവിടുന്ന് വെള്ളം ചാടുന്നുണ്ട്. ആ മുകളിലാന്ന് തോന്നുന്നു, കാണാമല്ല. ഏകദേശം 10-12 വർഷമായി ഞാൻ എയർപോർട്ടിൽ ട്രാവലിംഗ് തുടങ്ങിയിട്ട്. പക്ഷേ ഈ ഒരു സാധനം വന്നതിന് ശേഷം ഇന്നത്തെ വരെ ഞാനത് കണ്ടിട്ടില്ല. എല്ലാ പ്രാവശ്യം പോകണം കാണാമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റില്ല. പ്രാവശ്യം നേരത്തെ എത്തിയോണ്ട് അത് കാണാൻ പറ്റി. ഇവിടുന്നാണ് ഈ വെള്ളം ചേർന്ന സൗണ്ട് ഉണ്ടായിരുന്നത്. ഞാനും നോക്കിയിട്ട് അത് നല്ല രസമുണ്ടാവും ഫോൺ വിളിക്കാൻ. ലൂയിസ് വിറ്റൺ അല്ലെ, അത് ഡി ആണ്. സി ഇങ്ങോട്ടാ വന്നു. ഞങ്ങൾക്ക് C84 പോകേണ്ടത്. C80 മുതൽ 93 വരെ നേരെയാണ്. ഇതല്ലേ സത്യത്തിൽ സംഭവിച്ച്. ഇതൊക്കെ മൈക്ക തരാം. എന്നാ പറയും. ആരെ പറ്റിച്ചളിയനെ? ടിക്കറ്റ് ആരെ പറ്റിച്ച്?
സത്യം പറ. പറ്റിച്ചത് ഇവിടെ വന്നപ്പോൾ ഖത്തർ വിസിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ അവർ തന്നത് ഇന്ത്യക്കായിന്. എനിക്ക് പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അവർ തരില്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ അടുത്തത് കോഡ് ഷെയറാണ് ഫ്ലൈറ്റ്. കോഡ് ഷെയറിൽ ഞാൻ ഇന്ത്യക്കോലെ ബുക്ക് ചെയ്തത്. അളിയും പോയിട്ട് വേഗം ഖത്തർ ദിവസത്തിലാണ് ബുക്ക് ചെയ്തിരിക്കുക. അളിൻ്റെ പൈസ കൂടുതൽ, രണ്ടൊക്കെ ഒരു ഫ്ലൈറ്റിൻ്റെ കമ്മി. ഇവിടെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലാസ്റ്റ് കയറാൻ വിചാരിച്ചു. അതിലൊരു കോമഡി ഉണ്ടായി. എന്താണ് ഉണ്ടായി? ഫോണിൻ്റെ മൈക്ക് പൊട്ടിയിട്ട് ക്യാമറ അവിടെ ഇരുന്ന് എന്നിട്ട് ആ ചേട്ടന്മാരെ ശരിയാക്കി തന്നെ. ആ ചേട്ടന്മാരെ ശരിയാക്കി തന്നെ. അവർക്ക് എന്നാളേ Welcome to Israel. We would love to take off with you at the earliest. We have ഞങ്ങൾക്ക് എമർജൻസി എക്സിറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേസ് ആണ് നിൽക്കുക ഇരിക്കാൻ. വീട്ടിൽ ചെയ്തിരിക്കാൻ. ഐ ആം സോ എക്സൈറ്റഡ്. ഇപ്പോൾ 8:40 ഇതുവരെ പോയിട്ടില്ല. നാളെ കട്ടായിട്ടില്ല. ഫ്ലൈറ്റ് 8:10 എടുക്കേണ്ട ഫ്ലൈറ്റ് 8:10 എടുക്കേണ്ട ഫ്ലൈറ്റ് 8:45 എടുത്തത്. നമ്മുടെ കാണാൻ നമ്മൾ വണ്ടിയിൽ പോകുന്ന സ്ഥലം ഇവിടെ നല്ല ക്ലിയർ ഉണ്ട്. അപ്പോൾ ഇനി ഫുഡ് വരുന്നവരെ ഒരുറക്കം. ഈ ഫുഡ് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറക്കം. എന്നിട്ട് ബാക്കി കൊച്ചിയിൽ. വെച്ചോ 3-4 മണിക്കൂറിന് ശേഷം കൊച്ചി ലാൻഡാകാൻ പോവാണ്. നല്ല ടർബുലൻസ് ഉണ്ടായിരുന്നു. ഉറങ്ങിയിട്ടൊന്നുമല്ല. നല്ല ടർബുലൻസ്. സീഡിയം മസിൽ പറഞ്ഞ മാതിരി ബുക്കിൻ്റെ അകത്തും കളിക്കാം. ഓക്കെ, മേഘം നിൽക്കുന്ന പഠിക്കൂട്ടോ. കൊല്ലം കഴിഞ്ഞിട്ട് കളിയാ ഇത് കാണുന്നത്. 2 വർഷം. ഒന്നുകൂടി സൈഡ് കേൾക്കാൻ പറയാം.